വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രമാണ്. അപ്പോൾ ഓണം എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയല്ലേ. ഇനി എന്തൊക്കെ ഓരോ ചാപ്റ്ററിനും ഓരോ പാഠത്തുനിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ടുള്ളത് അല്ലെങ്കിൽ പ്രധാനമായിക്കാണ്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിക്കണ്ട് നോക്കാൻ ഇത് എന്താണ് BCE ആൻഡ് CE എന്നാണ്. അപ്പോൾ BCEനും CEനും പണ്ട് കാലത്ത് എന്താണ് പറഞ്ഞത്? അപ്പോൾ BC ആൻഡ് AD ആയിരുന്നു പറഞ്ഞത്. പിന്നെ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് എന്തായത് BC ആൻഡ് CE ആയത് കേട്ടോ. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലെ ചരിത്രത്തിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ BCE എന്ന് പറയുക. CE എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ളതിനെയാണ് നമ്മൾ CE എന്ന് പറയല്. എക്സാമ്പിൾ ആയിക്കാണ്ട് അവിടെ റൂട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ 1ൻ്റെ ബാക്കോട്ട് ഉള്ളത് എന്താണ്? BC ആണ്. 1ൻ്റെ ബിഫോർ ഉള്ളത് എന്താണ്? CU ആണല്ലേ. അതായത് യേശു ക്രിസ്തു ജനിച്ച അന്ന് തൊട്ടുള്ളതാണ് CE എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നോക്കേണ്ടത് എന്താണ് ഫോസിലുകൾ. ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ അപ്പോൾ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ആ ഫോസിലിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ എത്ര പഴക്കം മുമ്പ് വരെ മനുഷ്യരുണ്ട് കാര്യങ്ങളൊക്കെ നോക്കൽ കേട്ടോ. അപ്പോൾ എന്താണ് ഫോസിൽ എന്ന് നോക്കണം. പിന്നെ ചാൾസ് ഡാർവിനെ പറ്റി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വ്യക്തിൻ്റെ ആ ഒരു കുറിപ്പ് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. 1 വേർഡിനെങ്കിലും ഇതിന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. പിന്നെ നോക്കേണ്ടതാണ് പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്ലോർ ചാർട്ട് തന്നുകാണ്ട് ഇതിൽ കുറച്ച് പൂരിപ്പിക്കാതെ നിങ്ങളോട് പൂരിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് ഇതെന്തായാലും ഇതേപോലെ പഠിച്ച് വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് ശിലായുഗത്തിനെ പറ്റിയാണ്. അപ്പോൾ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം അല്ലേ. ഈ 3 ശിലായുഗത്തിൻ്റെ ഓരോ ശിലായുഗം എങ്ങനെയായിരുന്നു കല്ലിൻ്റെ ഉപയോഗം, പിന്നെ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. പിന്നെ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കേണ്ടതാണ് കേട്ടോ. അതും ചിലപ്പോൾ എക്സാമിന് എന്തായാലും ചോദിക്കും കേട്ടോ. പിന്നെ നോക്കാനില്ല കാര്യങ്ങളാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇതിന് ക്വസ്റ്റ്യൻ വരും. അത് എന്തൊക്കെയാണ് സംസ്കാരങ്ങൾ? അപ്പോൾ മെസോപ്പൊട്ടോമിയൻ, ഹാരപ്പൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് ഈ 4 സംസ്കാരങ്ങളിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം കേട്ടോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഫുള്ള് എന്താണ് ഈ 4 സംസ്കാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ എഴുത്ത് രീതി എന്താണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. നിങ്ങളോട് എന്തായാലും ഒരു മാപ്പ് എന്തായാലും എക്സാമിന് ചോദിക്കും കേട്ടോ. അത് ഉറപ്പായിക്കാണ് ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഈ ഒരു മാപ്പായിരിക്കും. കാരണം ഈ ഒരു മാപ്പാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ സംസ്കാരങ്ങളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ നദീതടങ്ങളിലാണ് ഈ സംസ്കാരങ്ങളൊക്കെ കാണപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒന്നാമത്തെ കാരണം ഫലഭൂയിഷ്ഠമായ മണ്ണ്, ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഓരോ സംസ്കാരങ്ങളും അപ്പോൾ അതായത് ഓരോ നദീതടങ്ങളിൽ അപ്പോൾ അവർ താമസിക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. അവിടെ നിന്നാണ് ഒരുപാട് കൃഷിയും കാര്യങ്ങളിലേക്കൊക്കെ അവർ എത്തിയത്. ഇനി എന്താണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് നോക്കാം. ഇനി എന്താണ് മെസോപ്പൊട്ടോമിയ എന്ന് ചോദിച്ചാൽ അപ്പം മെസോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ യുമേറിയൻ, ബാബിലോണിയൻ, അസീരിയൻ, കാർഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് 4 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ്. പിന്നെ അതേപോലെ അതിൻ്റെ അടിയിൽ തന്നെ എന്ത് കൊടുക്കണം? നഗരജീവിതം, എഴുത്തുവിദ്യയും. അവരുടെ എഴുത്തിൻ്റെ പേരെന്താണ്? ക്യൂണിഫോം ലിപിയാണല്ലേ. അതിൻ്റെ പ്രത്യേകതയും അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എക്സാമിന് നോക്കി വെക്കണം കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ 4 സംസ്കാരങ്ങളുടെ അതായത് മെസൊപ്പൊട്ടേമിയ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ് ഈ 4ന്റെ സംഭാവനകൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം ട്ടോ. കാരണം ഏതെങ്കിലും ഒരു സംഭാവന 5 മാർക്കിന് 4 മാർക്കിന് എന്തായാലും ചോദിക്കും ട്ടോ. ഇനി എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് നോക്കണം ട്ടോ. ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് ഇപ്പം കാണുന്ന നിയമത്തിന്റെ രീതി പണ്ട് കാലങ്ങളിൽ ആദ്യം തുടങ്ങിയത് ഹമ്മുറാബികളായിരുന്നു ട്ടോ. അതായത് മെസൊപ്പൊട്ടേമിയയിലാണ് ഇത് സ്റ്റാർട്ടിങ് ചെയ്തത്. ഇനി എന്താണ് സിഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആരാധനാലയങ്ങളെയാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. അത് നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇനി എന്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് നോക്കണം ട്ടോ. ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ പറയുന്ന പേരാണ് ഫറോവോ. അപ്പൊ അവര് അറിയപ്പെട്ടിരുന്നത് എന്താണ്? പിരമിഡുകളാണ് അവിടെ അറിയപ്പെട്ടത് ട്ടോ. കാരണം അവര് മരിച്ചാൽ ശവങ്ങളൊക്കെ ഏതിലാണ് വെക്കല്? അവരുടെ പിരമിഡിലാണ് വെക്കല് ട്ടോ. അപ്പൊ എന്താണ് പിരമിഡുകൾ എന്താണെന്ന് നോക്കണം. അതേപോലെ മമ്മികൾ എന്താണെന്ന് നോക്കണം. അവരുടെ എഴുത്ത് വിദ്യ പറയുന്ന പേരെന്താണ്? ഹൈഗ്രോഗ്ലിഫിക് ലിപി ആണ് ഈജിപ്തുകാരുടെ എഴുത്തിന്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ശാസ്ത്ര നേട്ടങ്ങൾ അതൊക്കെ എന്താണ്? അവരുടെ സംഭാവനകളാണ് ട്ടോ. ഇനി എന്താണ് ചൈനീസ് സംസ്കാരം എന്ന് നോക്കാം. ഇനി ചൈനീസ് സംസ്കാരത്തെ പറ്റിയാണ് നോക്കുന്നത്. അപ്പൊ ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉണ്ടായത്. അവരുടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ട്ടോ. അവരുടെ ആ സംസ്കാരത്തിൽ പിന്നെ അതേപോലെ നെയ്ത്ത്, പിന്നെ മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലൊക്കെ കരകൗശലമായിക്കാണ് നല്ലോണം പ്രവർത്തിച്ചിരുന്നവരായിരുന്നു ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ അവരുടെ എഴുത്ത് രീതി എന്ന് പറഞ്ഞാൽ ചൈനീസ് ലിപിയാണ് അവർ ഉപയോഗിച്ചത്. അത് എന്താണ് അക്ഷരങ്ങളല്ലായിരുന്നു, മറിച്ച് എന്തേനു അത് ഓരോ ചിത്രങ്ങൾ രൂപേണയാണ് അവരുടെ ചൈനീസ് ലിപി എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത്ര ചെറിയ കാര്യങ്ങളല്ലോ ചൈനീസിനെ പറ്റി പറയാൻ. കാര്യമായിട്ട് മെസോപ്പൊട്ടേമിയ, ഈജിപ്റ്റ് ആണ് നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത് കേട്ടോ. ചൈനീസിൽ വല്ലാതെ അതിനെ പറ്റി പറയണില്ല, എത്ര കാര്യം പറഞ്ഞല്ലോ കേട്ടോ. പിന്നെ ഹാരപ്പൻ സംസ്കാരം എന്താണെന്ന് നോക്കാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തിൽ നോക്കേണ്ടത്? അപ്പൊ വെങ്കല യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ ഒരു സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹാരപ്പയാണ് ആദ്യത്തെ കണ്ടെത്തിയ നഗരം. അപ്പോൾ നഗരം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്നാണ് കേട്ടോ. അതിനാലാണ് ഈ ഒരു സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് അതായത് ഉണ്ടായത് സിന്ധു നദീതടത്തിലാണ്. സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് ഹാരപ്പൻ സംസ്കാരത്തെ ട്ടോ. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ ഒരു സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇത്രയേ കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിക്കാണ് നോക്കാൻ നഗരസൂത്രണം, പിന്നെ ധാന്യപ്പുര, പിന്നെ കരകൗശല വിദ്യ. എന്തൊക്കെ കരകൗശല വിദ്യകളാണ് അവിടെ ഉണ്ടായിരുന്നത്? കളിപ്പാട്ടം, ആഭരണങ്ങൾ, മുദ്രകൾ, മൺപാത്രങ്ങൾ, അപ്പൊ നർത്തകിയുടെ വെങ്കല പ്രതിമ. അപ്പൊ ഇത്രേ കാര്യങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ. ഇത്ര കാര്യങ്ങളെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിക്കാണ്ട് പറയണല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച, അതും നിങ്ങൾ നോക്കണം. സംഭാവനകൾ 4. അപ്പൊ സംസ്കാരത്തിന്റെ സംഭാവനകൾ നിങ്ങൾ എന്തായാലും നോക്കണം. ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഇനി രണ്ടാമത്തെ പാഠമായ ആദ്യകാല രാഷ്ട്രങ്ങൾ, അതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായ ഏതൻസും സ്പാർട്ടയും പറ്റിക്കാണ്ട് എഴുതാൻ എന്തായാലും ചോദിക്കും കേട്ടോ. അതുകൊണ്ട് അത് രണ്ടും നല്ലോണം നോക്കി വെക്കാം. പിന്നെ നോക്കേണ്ടതാണ് ഗ്രീക്ക് തത്വചിന്തകരെ പറ്റിട്ടോ. അപ്പോൾ 3 സത്യചിന്തകരാണ് ഉള്ളത്. സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. ഈ 3 ആളുകളെ പറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും വായിച്ചു നോക്കണം കേട്ടോ. അതെന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നോക്കാനുള്ളതാണ്, പിന്നെ ഇവിടെ കൊടുത്തിട്ട് 2 ഫ്ലോ ചാർട്ടാണ്. പേർഷ്യൻ ഭരണ സംവിധാനം, പിന്നെ സരസ്വഷ്ട ദർശനം. ഇത് രണ്ടും നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. അതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഇനി അഗസ്റ്റൻസിനെ പറ്റി നോക്കേണ്ടതാണ്. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തായാലും നോക്കി വെക്കണം കേട്ടോ. എക്സാമിന് എന്തായാലും റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷത ചോദിക്കും. അതായത് സംഭാവന, സവിശേഷത, ഇതൊക്കെ 5 മാർക്കിന് വരാൻ ചാൻസ് കൂടുതലാണ്.
അതുപോലെ ചോദിക്കാൻ ചാൻസുള്ള ഒന്നാണ് മൗര്യരാജ്യം. ഇതിനെ പറ്റി നല്ല നോക്കി വെക്കണം കേട്ടോ. പിന്നെ എന്തായാലും ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട രണ്ടെണ്ണാണ് ജൈനമതം, ബുദ്ധമതം. ഇതെന്തായാലും എക്സാമിന് ചോദിക്കും ട്ടോ. ഇത് ചോദിക്കാൻ നിക്കൂല. ഈ 2 ആശയങ്ങളും എന്താണെന്ന് മര്യാദക്ക് പഠിച്ചു വെക്കണം ട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയി നോക്കി വെക്കേണ്ടത്. ഇനി 3ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. 3ാമത്തെ പാഠം ഒരുപാട് പഠിക്കാനൊന്നുമില്ല ട്ടോ. കാരണം അതിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ വരുമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് രാഷ്ട്രം എന്ന് നോക്കി വെക്കേണ്ടതാണ്. പിന്നെ ചോദിക്കുന്നതാണ് ഗവൺമെന്റ് എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ പരമാധികാരം അത് നോക്കണം ട്ടോ. അതിന്നും ക്വസ്റ്റ്യൻസ് വരും ട്ടോ. പിന്നെ ഇതിൽ നോക്കേണ്ടതാണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം എന്താണ്. അതായത് എന്തൊക്കെ സിദ്ധാന്തമുണ്ട്? ബല സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തം, സാമൂഹിക പരിണാമ സിദ്ധാന്തം. ഈ 3ഉം ഏതാണ് ശരി, ഏതാണ് സിദ്ധാന്തങ്ങൾ, കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇതേപോലെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ട്ടോ. പിന്നെ ഇതിൽ നോക്കാനില്ല അവസാനത്തെ ഒന്നാണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. അവ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഈ 3 കാര്യങ്ങളും അവ ഡീറ്റെയിൽ ആയിക്കാണ്ട് നോക്കി വെക്കേണ്ടതാണ് ട്ടോ. ഇതിനെന്തായാലും ചോദ്യം വരും ട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 80ന്റെ മേലേക്കെങ്കിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ട്ടോ.